എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ വായിച്ചു നിർത്തിയത് ഇങ്ങനെയാണ്: നമ്മുടെ ഒരു ദിവസം നമ്മൾ വിചാരിച്ച പോലെയല്ല പോകുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളുടെ ദിശ മാറ്റി നമുക്ക് നമ്മുടെ തരംഗദൈർഘ്യം മാറ്റാൻ സാധിക്കും. ഇനി ഞാൻ തുടർന്ന് വായിക്കാം. നിങ്ങൾക്കുണ്ടാകുന്ന വികാരങ്ങളിൽ നിന്ന് നിങ്ങളുടെ തരംഗദൈർഘ്യം മാറിയത് മനസ്സിലാക്കാം. അപ്പോൾ ആകർഷണ നിയമം പുതിയ തരംഗദൈർഘ്യത്തെ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. ഇവിടെ നിങ്ങൾക്ക് ചിന്തകളെ കടിഞ്ഞാണിട്ട് അവയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അതിശക്തമായ ചാർജ് ചെയ്ത പോലെ കുതിപ്പ് നൽകാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വൈകാരിക ഭാവം പകർന്നു കൊടുത്തുകൊണ്ട് കൂടുതൽ ശക്തമായ തരംഗങ്ങൾ സംപ്രേക്ഷണം ചെയ്യാനായി നിങ്ങളുടെ വികാരങ്ങളെ ഗുണപരമായി ഉപയോഗപ്പെടുത്താം. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത് ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് മനസ്സിൽ തോന്നിത്തുടങ്ങണം. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടെന്ന് തോന്നിത്തുടങ്ങണം. നിങ്ങൾക്ക് അളവറ്റ സ്നേഹം ലഭിക്കുന്നതായി തോന്നിത്തുടങ്ങണം. യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ എന്താണ് സംഭവിക്കുക? പ്രപഞ്ചം നിങ്ങളുടെ ആ രാഗലയത്തോട് സാദൃശ്യപ്പെടും. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളോട് സദൃശ്യപ്പെടുകയും അവയെ സാക്ഷാത്കരിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരാനുഭവം എന്താണ്? ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് തൃപ്തിയുള്ള തരത്തിലല്ല അതെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ബോധപൂർവം അവയെ ഉയർത്തുക. നിങ്ങളുടെ വികാരാനുഭവത്തെ ഉയർത്തണമെന്ന ഉദ്ദേശത്തോടെ അതിൽ തീവ്രമായി മനസ്സ് കേന്ദ്രീകരിച്ചാൽ വളരെ ശക്തമായി അവയെ ഉത്കൃഷ്ടമാക്കാൻ കഴിയും. പുഞ്ചിരിയോടെ ഒരു നിമിഷം കണ്ണടച്ച് ശ്രദ്ധ തിരിക്കുന്ന മറ്റു കാര്യങ്ങളെ ഒഴിവാക്കി നിങ്ങളുടെ ഉള്ളിലെ വികാരാനുഭവത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുകയാണ് അതിനുള്ള ഒരു നല്ല മാർഗം. ലിസ നിക്കോൾസ് പറയുന്നത് ഇങ്ങനെയാണ്: ചിന്തകളും വികാരങ്ങളുമാണ് ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ഉറപ്പിച്ചു പറയാം, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഗുരുത്വാകർഷണ തത്വം പോലെ തന്നെ ആകർഷണ തത്വവും ഒരിക്കലും പിഴക്കില്ല. ഗുരുത്വാകർഷണ തത്വത്തിന് ഒരു ദിവസം തെറ്റുപറ്റി മൃഗങ്ങൾ ആകാശത്തിൽ പറന്നു നടക്കുന്നു എന്ന അവസ്ഥ ഒരിക്കലും നമ്മൾ കാണാറില്ലല്ലോ. അതുപോലെ തന്നെ ആകർഷണ തത്വത്തിലും ഒഴിവാക്കലുകൾ ഇല്ല. എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നീണ്ടു നിൽക്കുന്ന ചിന്തകളിലൂടെ നിങ്ങൾ ആകർഷിച്ചെടുത്തതാണ്. ആകർഷണ തത്വം വളരെ കണിശമാണ്. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത് ഇങ്ങനെ പറയുന്നു: ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും അത് അംഗീകരിച്ചു തുടങ്ങാൻ നാം തയ്യാറായാൽ അനന്തരഫലങ്ങൾ വിസ്മയാവഹമായിരിക്കും. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ തുടരുന്നതായിരിക്കും. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.